പഴയ കുന്നക്കുരുടി എന്ന നവമാധ്യമ വേദിയിൽ ഞാൻ കേട്ടത് നിങ്ങളോട് എന്ന ധ്യാനചിന്ത പരിപാടിയിലേക്ക് സ്വാഗതം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ പ്രഭാതത്തിലെ ധ്യാനത്തിനായി 1 ശമൂവേൽ 24-ാം അധ്യായം 5-ാമത്തെ വാക്യം വായിക്കാം. ശൗലിൻ്റെ വസ്ത്രാഗ്രം മുറിച്ചു കളഞ്ഞതുകൊണ്ട് പിന്നത്തേതിൽ ദാവീദിന്റെ മനസ്സാക്ഷി കുത്തിത്തുടങ്ങി. ദാവീദിന്റെ ജീവിതം പല നിലയിൽ അനുകരണീയമായ മാതൃകയാണ്. ഇവിടെ വളരെ അസാധാരണമായ ഒരു കാര്യം ദാവീദിന്റെ ജീവിതത്തിൽ നാം കാണുന്നുണ്ട്. ദാവീദ് നല്ലൊരു മനസാക്ഷി സൂക്ഷിച്ചാണ് ജീവിക്കുവാൻ ഇടയായിട്ട് തീർന്നത്. അതുകൊണ്ട് ഒത്തിരി പ്രതിസന്ധികളിലൂടെയൊക്കെ താൻ കടന്നുപോയി എങ്കിലും ആത്യന്തികമായി ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനായി ജീവിച്ച് സാക്ഷ്യം വഹിക്കുവാൻ തനിക്ക് സാധിച്ചു എന്നുള്ളത് നമുക്ക് ഈ വചനത്തോടുള്ള ബന്ധത്തിൽ ഓർക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ആ വലിയ ഉൾക്കാഴ്ച സൂക്ഷിക്കുവാൻ, ആ ഉൾക്കാഴ്ചയോടെ ജീവിക്കുവാൻ ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. എങ്ങനെ നല്ല മനസാക്ഷി ഉള്ളവരാകാം എന്നുള്ളതിന് 2 കാര്യങ്ങൾ ഞാൻ ഓർപ്പിക്കുകയാണ്. 1 കൊരിന്ത്യർ 2-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ ദൈവമക്കളായ നമുക്ക് ലഭിച്ചിട്ടുള്ള വലിയൊരു ആത്മീക പദവിയെക്കുറിച്ച് വായിക്കുന്നുണ്ട്. നാം യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായിട്ട് വിശ്വാസത്താൽ കൈക്കൊണ്ടപ്പോൾ നാം ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരായി ജീവിക്കാനുള്ള ഉന്നതമായ സാധ്യതയിലേക്കാണ് ഉയർത്തപ്പെട്ടത് എന്നുള്ളത് നാം നന്ദിയോടുകൂടി ഓർക്കേണ്ടതാണ്. അതുകൊണ്ട് ഈ വല്ലാത്ത തലമുറയിലും നല്ല മനസാക്ഷിയോടെ ജീവിക്കുവാൻ ദൈവമക്കളായ നമുക്ക് സാധിക്കും. അത് വിശ്വസിക്കുവാൻ, അതിനെ സൂക്ഷിക്കുവാൻ ദൈവാത്മാവ് നമുക്കേവർക്കും കൃപ നൽകുമാറാകട്ടെ. എന്നാൽ നല്ല മനസാക്ഷി സൂക്ഷിക്കുന്നില്ലെങ്കിൽ അത് തള്ളിക്കളയപ്പെട്ടു പോകാൻ ഉള്ളതായ സാധ്യതയുണ്ട്. 1-ാം അധ്യായത്തിൻ്റെ 18-19 വാക്യങ്ങളിലേക്കൊക്കെ വരുമ്പോൾ ചിലർ നല്ല മനസാക്ഷി തള്ളിക്കളഞ്ഞിട്ട് അവരുടെ വിശ്വാസക്കപ്പൽ തകർന്നുപോയി എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. മനസാക്ഷിയുടെ ആക്ഷേപം ഉണ്ടാകുമ്പോഴും അതിനെ മറികടന്ന് പാപത്തിൽ തുടരുമ്പോഴും മനസാക്ഷി തഴമ്പിച്ചു പോകാനും നല്ല മനസാക്ഷി നഷ്ടപ്പെട്ടു പോകാനുള്ളതായ സാധ്യതയുണ്ട്. അതുകൊണ്ട് അങ്ങനെ വരുന്നില്ല എന്നുള്ളത് അതിസൂക്ഷ്മതയോടെ ഉറപ്പുവരുത്തുവാൻ ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. നമ്മിൽ രൂപപ്പെടുന്ന നല്ല മനസാക്ഷിയെ ദൈവത്തിൻ്റെ വചനപ്രകാരം സൂക്ഷിക്കാനായിട്ട് സാധിക്കേണ്ടിയിരിക്കുന്നു. ദൈവവചനത്താൽ രൂപപ്പെട്ട നല്ല മനസാക്ഷിയിൽ എല്ലാ പാപങ്ങളും തിരിച്ചറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. ദാനിയേൽ പ്രവചനം 1-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ നല്ല മനസാക്ഷിയുള്ള ദാനിയേലിനെ കാണുന്നുണ്ട്. രാജാവിൻ്റെ ഭോജനവും അവൻ കുടിക്കുന്ന വീഞ്ഞും തന്നെ അശുദ്ധമാക്കുമെന്ന് ദാനിയേലിന് തിരിച്ചറിയാനായിട്ട് സാധിച്ചു. നെബൂഖദ്നേസറിന്റെ ഭക്ഷണം അവരുടെ പ്രമാണത്തിൽ വിലക്കിയിട്ടില്ല. എന്നാൽ വിലക്കപ്പെട്ടത് ആ ഭക്ഷണത്തിൽ ഉൾപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് നല്ല മനസാക്ഷി തിരിച്ചറിഞ്ഞു ജീവൻ വില കൊടുത്തും അത് വേണ്ട എന്ന് തീരുമാനിച്ച വിശുദ്ധനായ ദാനിയേലിനെയാണ് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് വചനപ്രകാരം നല്ല മനസാക്ഷി രൂപപ്പെടുത്തി എടുക്കത്തക്കവണ്ണം ദൈവകൃപയിൽ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നല്ല മനസാക്ഷിയുടെ
രണ്ട് നന്മകൾ പറഞ്ഞ് ഞാൻ ഈ ധ്യാനം ഉപസംഹരിക്കുകയാണ്. ഏത് ചെറിയ കുറ്റത്തെയും തിരിച്ചറിയത്തക്കവണ്ണം ഇത് സഹായിക്കും. ഒന്ന് ശമൂവേൽ 24-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഒരു വലിയ സത്യം നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ദാവീദ് എഴുന്നേറ്റു ശൗലിന്റെ മേലങ്കിയുടെ അറ്റം പതുക്കെ മുറിച്ചു കളഞ്ഞു. ദാവീദ് ചെയ്തതൊരു ക്രൂരകൃത്യമല്ല, എന്നാൽ ശൗലിന്റെ മേലങ്കിയുടെ അറ്റം ദാവീദ് പതുക്കെ മുറിച്ചു കളഞ്ഞു. ഒരുപക്ഷെ എഴുന്നേറ്റപ്പോൾ താൻ ചെയ്യാൻ പോകുന്ന കാര്യം ശരിയല്ലല്ലോ എന്ന് തിരിച്ചറിഞ്ഞ് അതും കൂടെ ഒഴിവാക്കാനായിട്ട് സാധിച്ചിരുന്നു എന്ന് വരികിൽ അതൊരു പൂർണ്ണ വിജയത്തിന് കാരണമായിട്ട് തീരുമാനിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ഈ ഉൾക്കാഴ്ച ഏറ്റെടുത്ത് ജീവിക്കാനായിട്ട് സാധിച്ചാൽ ദാവീദിനേക്കാൾ നല്ല മനസാക്ഷി ഉള്ളവരായിട്ട് ഈ തലമുറയിൽ നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കും. പാപത്തെ തിരിച്ചറിഞ്ഞ് ഒഴിഞ്ഞിരിക്കുക, സൂക്ഷിക്കുക എന്നുള്ളത് അതിൽ തന്നെ എത്രയോ പ്രധാനപ്പെട്ട കാര്യമായിട്ട് ഇരിക്കുന്നു. പിന്നെ ദാവീദിന് ആ ചെറിയ കുറ്റവും തൻ്റെ മനസാക്ഷിയിൽ തിരിച്ചറിയാനായിട്ട് സാധിച്ചു. മറുവശത്തുള്ള ശൗലിന് ഏതു ക്രൂരകൃത്യം പോലും കുറ്റബോധം നൽകുന്നില്ല എന്നുള്ളത് വളരെ ഭയത്തോടെ ഓർക്കേണ്ടുന്നതാണ്. സൂക്ഷിച്ചില്ലെങ്കിൽ അങ്ങോട്ട് തെറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് തിരിച്ചറിഞ്ഞ് സൂക്ഷിക്കുവാൻ കർത്താവ് നമുക്ക് കൃപ നൽകട്ടെ. ദാവീദിന് നല്ല മനസാക്ഷിയുടെ സാക്ഷ്യം സൂക്ഷിക്കാൻ സാധിച്ചു. 24-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തിൽ തന്നെ സ്നേഹിക്കുന്നവരോട് എത്ര ഗൗരവതരമായിട്ടാണ് ഒരു പ്രബോധനം ദാവീദ് നൽകുന്നത്. അതുപോലെ 24-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ തന്നോട് കൂടെയുള്ളവരെ ദാവീദ് പാപം ചെയ്യാതെ വണ്ണം ശാസിക്കുന്നു എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് കഴിയുകയാണ്. ഒരാൾ നല്ല മനസാക്ഷിയോട് ജീവിച്ചാൽ തൻ്റെ കൂടെയുള്ളവർക്കും അതിൻ്റെ വെളിച്ചം ഉൾക്കൊണ്ട് വിശുദ്ധിയോടെ ജീവിക്കുന്നതിന് അത് മുഖാന്തരമായി തീരും എന്നുള്ളത് എത്രയോ മഹത്തരമായ കാര്യമാണ്. 24-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ശൗല് തന്നെ പറയുകയാണ്, ഞാൻ നിനക്ക് തിന്മ ചെയ്തു, എന്നാൽ നീ എനിക്ക് നന്മ ചെയ്തു. ദാവീദയുടെ നല്ല മനസാക്ഷിയുടെ നന്മയാണ് തിന്മയെ ജയിക്കുകയായിരുന്നു. അതുകൊണ്ട് നല്ല മനസാക്ഷിയോടെ ജീവിക്കുന്നവർക്ക് ലേഖനം 12-ാം അധ്യായത്തിന് 21-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് പോലെ തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിച്ച് ജയാളികളായി ജീവിക്കുവാൻ സാധിക്കും. നൂറ്റാണ്ടുകൾക്കപ്പുറം സംഭവിച്ച ഒരു ചെറിയ സംഭവം കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ എത്രയോ ജീവിതങ്ങൾക്ക് വെളിച്ചം കൊടുക്കുവാൻ മുഖാന്തരമായിട്ട് തീർന്നിട്ടുണ്ട്. ഈ പുതിയ പ്രഭാതത്തിൽ നല്ല മനസാക്ഷിയോടെ തുടങ്ങാൻ സാധിക്കട്ടെ. നല്ല മനസാക്ഷിയിൽ നിലനിൽക്കാനായിട്ട് സാധിക്കട്ടെ. കർത്താവിൻ്റെ വരവ് വരെ നമ്മെ തന്നെ സൂക്ഷിച്ച് സാക്ഷ്യം വഹിക്കത്തക്കവണ്ണം ഈ വചനം മുഖാന്തരമാകട്ടെ. അവൻ്റെ വിലയേറിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.